കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് വീട്ടിൽ കുറഞ്ഞ ചേരുവകൾ വെച്ചുണ്ടാക്കുന്ന ഒരു ഹൽവയുടെ റെസിപ്പി നോക്കാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഹൽവയാണ് കേട്ടോ. ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്ന് ഉണ്ടാക്കി വെച്ചാലൊക്കെ ഒന്ന് സ്റ്റാർ ആവാൻ പറ്റുന്ന ഒരു ബോംബെ കറാച്ചി ഹൽവ എന്നറിയപ്പെടുന്ന ഹൽവയുടെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് കണ്ട് അഭിപ്രായം പറയണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അതിനായി നമുക്ക് കോൺഫ്ലവറാണ് വേണ്ടത്. വളരെ വിലക്കുറവിൽ കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടില്ലേ. അര കപ്പ് കോൺഫ്ലവർ എടുക്കണം ഒരു ബൗളിലേക്ക്. ഇനി 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഈ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് ഇളക്കി കട്ടയെല്ലാം ഇല്ലാതെ ഒന്ന് ഇളക്കി വെക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. കട്ടയില്ലാതെ വേണം കേട്ടോ, അത് നന്നായി ശ്രദ്ധിക്കണേ. ഇനി ഒരു പാൻ നമുക്കത് സ്റ്റൗവിൽ വയ്ക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണ്ടവർക്ക് അല്പം കൂടി ചേർക്കാം. പാകത്തിന് 1 കപ്പ് ചേർത്താൽ മതി കേട്ടോ. ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് പഞ്ചസാരയൊക്കെ ഒന്ന് തിളച്ച് വരട്ടെ. കൂടുതൽ അങ്ങ് കളർ ചേഞ്ച് ഒന്നും ആവണ്ട കേട്ടോ. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ മിക്സ് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കൂടെ 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. കൂടുതൽ ഒഴിച്ച് കുറുക്കിയെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ വീണ്ടും 1 സ്പൂൺ കൂടി ഞാൻ ചേർത്തു. നെയ്യിൻ്റെ അളവൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് അനുസരിച്ചാണ് കേട്ടോ. ഒരു 4 സ്പൂണൊക്കെ ഒഴിച്ചാൽ തന്നെ നന്നായിട്ട് കുറുകി സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൽ കൂടുതൽ ഒഴിച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നന്നായിട്ടൊന്ന് വെള്ളമെല്ലാം വലിഞ്ഞു വന്നു കണ്ടില്ലേ. ഇപ്പോൾ ആവിയൊന്നും പോണില്ല. ഈ സമയം നമുക്കിതിലേക്ക് അല്പം കളർ ചേർത്ത് കൊടുക്കണം. ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഓറഞ്ച് റെഡ് കളറാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഈ അളവിൽ ഹൽവ ഉണ്ടാക്കുമ്പോൾ ഒരു പിഞ്ച് ഇട്ടാൽ മതി കേട്ടോ. കൂടുതൽ അങ്ങനെ ഫുഡ് കളർ ചേർക്കണ്ട. നന്നായിട്ടൊന്ന് കൈവിടാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുക്കണേ. വേണമെങ്കിൽ അല്പം കൂടി നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നട്ട്സ് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഹലുവ കഴിക്കുമ്പോൾ കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവില്ലേ. ഇനി ചേർക്കേണ്ടത് ഏലക്കയുടെ പൊടിയാണ്. 1 സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഹൽവ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ട്രേയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഷേപ്പിൽ ഒന്ന് നെയ്യ് ഒന്ന് തടവി കൊടുക്കണം. നമുക്ക് പെട്ടെന്നൊന്ന് ഇളകി പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് അതിലേക്ക് എന്തെങ്കിലും ഒരു നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ പിസ്തയാണ് ഒന്ന് കട്ട് ചെയ്തിട്ട്, എള്ളോ എന്ത് വേണമെങ്കിലും ഇടാം. എന്നിട്ട് തയ്യാറാക്കി വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അത് മിസ്സായിപ്പോയേ. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് മേലെ ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊന്ന് കവർ ചെയ്തിട്ട് തണിയാനായിട്ട് വെക്കണം. നന്നായിട്ട് തണുക്കണം കേട്ടോ. അത് നന്നായിട്ട് നമ്മൾ ഹൈ ചൂടിൽ കുറുക്കിയെടുത്തതല്ലേ. എന്നിട്ട് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് ബോക്സ് ഒന്ന് മാറ്റിയാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. വളരെ സിമ്പിളല്ലേ, കുറഞ്ഞ ചിലവേ ഉള്ളൂ. എല്ലാവരും ഒന്ന് അഭിപ്രായം പറയൂ. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം കേട്ടോ.